ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 3 പുതിയതായിട്ടുള്ള ഒരു ദശകം തുടങ്ങുകയാണ്. ഭക്തി പ്രാർത്ഥന. ഇതിൻ്റെ വൃത്തം ശിഖരിണി. തനിക്ക് ഭക്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ രണ്ടാമത്തെ ദശകം കവി അവസാനിപ്പിച്ചത്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമുണ്ടായാൽ മാത്രമേ തനിക്കുള്ള ഭക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് ഈ ദശകത്തിൽ പറയുന്നു. യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവം എന്താണ് എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. പടന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിത സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമുൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പടന്തോ നാമാനി പ്രമദവരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം പരം അഹം അമൂൻ ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പടന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിത സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ. പരമമൂൻ കഴിഞ്ഞ ഇനി അഹം. അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പരദാ, ഭക്താഭിഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, തേ നാമാനി, നിന്ദ്രുവടിയുടെ നാമങ്ങൾ, പടന്തഹ ചൊല്ലിക്കൊണ്ടും, രൂപം സ്മരന്തഹ സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും, ഗുണകഥാഹ കഥയന്തഹ ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും, പ്രമദവരസിന്ധോ പരമാനന്ദ സമുദ്രത്തിൽ, നിബദ്ധിതാഹ മുഴുകി സഞ്ചരിക്കുന്ന, ചരന്തഹ സഞ്ചരിക്കുന്ന, ഏ ഭക്താഹ ഏത് ഭക്തന്മാരാണോ, ത്വയി കലുരമന്തേ നിദ്രവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമോൻ പരം അഹം അവരെ മാത്രമേ ഞാൻ, സമധിഗത സർവാഭിലഷിതാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച, ധന്യാൻ ഭാഗ്യവാന്മാരായിട്ട് മന്യേ വിചാരിക്കുന്നുള്ളൂ. അനന്തസ്വരൂപനായ ഭഗവാനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കവിഞ്ഞ് ഒരാഗ്രഹവും മനുഷ്യജീവിതത്തിൽ സാധിക്കാനില്ല എന്ന് ഭാവം. ഈ വിധത്തിലുള്ളൊരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് സൂചന. ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ, നിന്ദ്രവടിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും, സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും, ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും, പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏത് ഭക്തന്മാരാണോ നിന്ദ്രവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ മാത്രമേ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായിട്ട് വിചാരിക്കുന്നുള്ളൂ. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി മുസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേ നവലക്ഷണ ക്രിയതേ ഭഗവത്യർദ്ധ തന്മനേതീതമുത്തമം എന്ന് ഭാഗവതം 7-ാം സ്കന്ധത്തിൽ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറയണ 9 വിധം ഭക്തികളിൽ കീർത്തനം സ്മരണം എന്ന 2 വിധം ഭക്തിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചരന്തഹ എന്നതുകൊണ്ട് പ്രദക്ഷിണ രൂപമായ പാദസേവനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറയാം. ശ്രവണമാകട്ടെ ത്വൽ ഭക്തിസ്തുഗതാരസാമൃതജരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി എന്ന് കഴിഞ്ഞ ദശകത്തിന്റെ അവസാനത്തിൽ തന്നെ കാണിച്ചിട്ടുമുണ്ട്. ഇവിടെ വാതരോഗബാധയാൽ തനിക്ക് മറ്റു ഭക്തന്മാരെ പോലെ ഭഗവാനെ ഭജിച്ച് കഴിഞ്ഞുകൂടുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് കവിയുടെ ഒരു സങ്കടവും ഈ പദ്യത്തിൽ ധ്വനിക്കുന്നു. പടന്തോ നാമാനി പ്രമദപരസിന്ധോ നിബദിത സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമുൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പടന്തോ നാമാനി പ്രമദപരസിന്ധോ നിബദിത സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥ
ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്ദേ പരമമുൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ പടന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിത സ്മരന്തോ രൂപം ദേവരത കഥയന്തോ ഗുണകഥ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്ദേ പരമമോനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.